السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. പ്രിയമുള്ളവരെ, ആത്മീയ ഔന്നിത്യത്തിലേക്ക് കയറണമെന്നുദ്ദേശിക്കുന്ന ആളുകൾ ആദ്യമായി ശരീഅത്തിന്റെ വിഷയത്തിൽ പൂർണ്ണത പ്രാപിക്കണമെന്നും അതിലൂടെ മാത്രമേ ത്വരീഖത്തിലേക്കും അതിന്റെ ക്ലൈമാക്സിലെ ഹഖീഖത്തിലേക്കും എത്താൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത് എന്നിവ വ്യത്യസ്തങ്ങളായ മൂന്ന് മാർഗങ്ങളല്ലെന്നും പ്രസ്തുത പരിശുദ്ധ ദീനിന്റെ മൂന്ന് പദവികളാണെന്നും നമ്മൾ മനസ്സിലാക്കണം. അഥവാ ഒന്നെനിക്ക് ശരിയാവില്ല, ഞാൻ അടുത്തയിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. തികച്ചും ക്രമരഹിതമായിട്ടുള്ള പദവിയല്ല, മറിച്ച് സമ്പൂർണമായ ക്രമത്തിൽ അധിഷ്ഠിതമാണിത്. ഈ നിശ്ചയിക്കപ്പെട്ട ക്രമത്തിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിച്ചെങ്കിൽ മാത്രമാണ് അവൻ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക. അതായത് ശരീഅത്ത് കൊണ്ട് അവന്റെ ബാഹ്യ ഭാഗങ്ങളും, ത്വരീഖത്ത് കൊണ്ട് ഹൃദയവും, ഹഖീഖത്ത് കൊണ്ട് ആത്മാവും പരിശുദ്ധമായവനായാൽ മാത്രമാണ് അവൻ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലെത്തുക. ഇത് ഏറ്റവും ഗൌരവതരമായി നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നതും ഞാൻ ഒരുപാട് സമയം ഇതിനുവേണ്ടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചതുമൊക്കെ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ അപകടം ചൂണ്ടിക്കാണിക്കാനാണ്. ശരീഅത്ത് എന്നത് പ്രശ്നമേ അല്ലെന്നും ഞങ്ങൾ നേരെ ഡയറക്റ്റ് ത്വരീഖത്തിലേക്ക് അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ട വിഭാഗമാണെന്നും പറഞ്ഞുകൊണ്ടുള്ള വിവരദോഷത്തിന്റെ വല്ലാത്തൊരു ശൈലിയും ഈമാനികമായ അപജയത്തിന്റെ വല്ലാത്തൊരവസ്ഥയും അത് ആത്മീയ വിശുദ്ധിയുടെ പ്രത്യേകമായിട്ടുള്ള പട്ടമായി കൊണ്ട് നടക്കുന്ന ഒരു വിവരക്കേട് ലോകത്ത് നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഇമാമുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് കാണാം. അതുപോലെ തന്നെ മറ്റു മഹത്തുക്കൾ സയ്യിദ് ബക്കരി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. വയലം റഹിമക്കല്ലാ, സഹോദര നീ മനസ്സിലാക്കണം, അന്നഹു ലാ ബുദ്ദ ലി സാലികി ത്വരീഖിൽ ആഖിറത്തി മിനൽ ജംഇ ബൈന ഹാദിഹി സലാസത്തി വ അദമി തഅതീലി ലിശൈഇൻ മിൻഹാ. ആഖിറത്തിന്റെ മാർഗങ്ങളിൽ, പരലോക വിജയത്തിന്റെ മാർഗങ്ങളിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സംഗതികളൊക്കെ ഒരുമിച്ച് കൂട്ടുകയും അവകളിൽ ഒന്നിനെയും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. എന്നാൽ അതെങ്ങനെയാ ക്രമാനുഗതമായിട്ട് നടക്കണം, ഒന്നിൽ നിന്ന് മാത്രം അടുത്തയിലേക്ക് പോകണം. ഇബ്നു അജീബ തങ്ങൾ പറയാം, അമ്മൽ ഉലൂമു വൽ മആരിഫു ഫഇന്നമാ ഹിയ സമറാത്തു അത്തസ്വിയത്തി വത്തത്ഹീരി. അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ വിവരങ്ങളും അതുപോലെ തന്നെ അറിവുകളും ഒക്കെ ലഭിക്കുക എന്നത് അത് മനസ്സും ശരീരവും ക്ലിയറാവുകയും അത് അരുതായ്മകളിൽ നിന്ന് ശുദ്ധിയാക്കുകയും ചെയ്യുന്നതിന്റെ ഫലമാണ്. ഫൈദാ തത്തഹറത്തിൽ അസ്റാറു, അപ്പോൾ രഹസ്യം അഥവാ നമ്മുടെ മനസ്സ് ശുദ്ധമായാൽ മുലിയത്ത് ബിൽ ഉലൂമി വൽ മആരിഫി വൽ അൻവാരി, പ്രത്യേകമായിട്ടുള്ള വിജ്ഞാനങ്ങൾ കൊണ്ടും പ്രകാശം കൊണ്ടുമൊക്കെ അത് നിറക്കപ്പെടും. എന്നാൽ വലാ യസിഹുൽ ഇന്തിഖാലു ഇലാ മഖാമിൻ, ഒരു സ്ഥാനത്തിലേക്ക് നീങ്ങാൻ സാധ്യമല്ല ഹത്താ യുഹഖിഖ മാ ഖബ്ലഹു, അതിന്റെ മുമ്പുള്ള സ്ഥാനം പൂർത്തിയാക്കാതെ, അത് യാഥാർത്ഥ്യമാക്കാതെ. അപ്പൊ ഫമൻ അശ്റഖത്ത് ബിദായത്തുഹു അശ്റഖത്ത് നിഹായത്തുഹു, ഒരാളുടെ തുടക്കം പ്രഭാപൂരിതമായാൽ അതിന്റെ അവസാനവും എൻഡും പ്രകാശപൂരിതമായിരിക്കും. അപ്പൊ ഫലാ യൻതഖിലു ഇലാ അമലി ത്വരീഖ, ഇവിടെയാണ് നമ്മുടെ ആധുനിക ത്വരീഖത്ത്വാദികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഫലാ യൻതഖിലു ഇലാ അമലി ത്വരീഖത്തി, ത്വരീഖത്ത് പ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ സാധ്യമേ അല്ല ഹത്താ യുഹഖിഖ അമല ശരീഅത്തി, ശരീഅത്തിന്റെ പ്രവർത്തനം പൂർത്തിയാക്കുന്നതുവരെ, യാഥാർത്ഥ്യമാക്കുന്നതുവരെ. വതർതാല ജവാരിഹുഹു മഅഹാ, ആ ശരീഅത്തിന്റെ പ്രവർത്തനത്തോടൊപ്പം അവന്റെ അവയവങ്ങൾ ശരിക്കും അത് പ്രാവർത്തികമാക്കുകയും അത് ശരിക്കും പരിചയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതുവരെ. അതെങ്ങനെ ശരീഅത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കല്? ബിഅൻ യുഹഖിഖ തൗബത ബിശുറൂതിഹാ, പശ്ചാത്താപം അതിന്റെ നിബന്ധനകളോടുകൂടെ അവൻ യാഥാർത്ഥ്യമാക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ 9 കടമ്പകൾ കടക്കണമെന്ന്, അതിൽപ്പെട്ട ഒന്നായിരുന്നു തൗബ എന്ന് പറയുന്നത്. അതേപോലെ യുഹഖിഖ തഖ്വ ബി അർക്കാനിഹാ, തഖ്വയെ അതിന്റെ എല്ലാ ഘടകങ്ങളോടും കൂടി അവൻ യാഥാർത്ഥ്യമാക്കണം. തഖ്വ എന്നതിന് വിവിധ അർത്ഥതലങ്ങളുണ്ട്, അതിലെ എല്ലാ ഭാഗങ്ങളും അവൻ പൂർത്തിയാക്കണം. വയുഹഖിഖൽ ഇസ്തിഖാമത ബി അഖ്സാമിഹാ, അതുപോലെ തന്നെ ചൊവ്വായി നിലകൊള്ളുക എന്നതിന്റെ എല്ലാ ഭാഗങ്ങളോടുകൂടെ അതിലവൻ യാഥാർത്ഥ്യമാക്കണം. അതെന്താ? വഹിയ മുതാബഅത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരലാണ്. ഫി അഖ്വാലിഹി, അവിടുത്തെ വാക്കുകളിലും അഫ്ആലിഹി പ്രവർത്തനങ്ങളിലും,
വഹവാലിഹി അവിടുത്തെ അവസ്ഥകളിലും. ഫൈദാ തസക്കല്ലാഹിറു അങ്ങനെ ബാഹ്യം സംശുദ്ധമായാൽ വതനവ്വറ ബിശ്ശരീഅത്തി ശരീഅത്ത് കൊണ്ടത് പ്രഭാപൂരിതമാവുകയും ചെയ്താൽ ഇൻതഖല മിൻ അമലി ശരീഅത്തിൽ ലാഹിറ ബാഹ്യമായ ശരീഅത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് ഇലാ അമലി ത്വരീഖത്തിൽ ബാത്തിന ആന്തരികമായ ത്വരീഖത്തിന്റെ പ്രവർത്തനത്തിലേക്ക് അവന് ചേഞ്ച് സാധ്യമായി. വഹിയ തസ്ഫിയത്തു മിൻ ഔസാഫിൽ ബശരിയത്തി അത് മനുഷ്യന്റേതായിട്ടുള്ള ബാഹ്യമായ ഗുണങ്ങളിൽ നിന്നുള്ള സ്ഫുടം ചെയ്തെടുക്കുന്ന ശൈലിയാണ്. അപ്പൊ ഫൈദാ തതഹറ മിൻ ഔസാഫിൽ ബശരിയത്തി മനുഷ്യന്റേതായിട്ടുള്ള മോശമായ ഗുണങ്ങളിൽ നിന്നൊക്കെ അവൻ ശുദ്ധിയായാൽ തഹല്ലാബി ഔസാഫിർ റൂഹാനിയ ആത്മീയമായ ഗുണവിശേഷണങ്ങൾ കൊണ്ടവന് ശരിക്കും ഭംഗിയാവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ ഒന്നാമത്തെ മക്കാം ഒന്നാമത്തെ സ്റ്റേജ് പൂർത്തിയാക്കിയിട്ട് വേണം രണ്ടാമത്തേതിലേക്ക് പോകാൻ. അപ്പൊ എന്താ വേണ്ടത്? ഫവ്വലു വാജിബിൻ അല ത്വാലിബി അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആദ്യമായി നിർബന്ധം ഹുവ ശരീഅ അത് ശരീഅത്താണ്. അപ്പൊ ഫലാ ത്വരീഖത്ത വലാ ഹഖീഖത്ത ത്വരീഖത്തോ ഹഖീഖത്തോ ഒന്നും തന്നെ ഇല്ല. വലാ കശ്ഫ കശ്ഫും അതേപോലെ തന്നെ വിവരങ്ങളൊന്നും കിട്ടൂല. ഇല്ലാ മിൻ ബറക്കാത്തി സമറാത്തിൽ മുആമലത്തി ബിശ്ശരീഅ ശരീഅത്ത് പ്രവർത്തനത്തിന്റെ ഫലം എന്ന ബർക്കത്ത് കൊണ്ടല്ലാതെ. കാരണം ഇതിലാ സബീലയിലെ ത്വരീഖത്തി ഇല്ലാ ബിഫഅലി ശരീഅ ശരീഅത്തിന്റെ പ്രവർത്തനം കൊണ്ടല്ലാതെ ത്വരീഖത്തിലേക്ക് ഒരു വഴിയുമില്ല. ഒമൻ അമില ബിശ്ശരീഅത്തി ശരീഅത്തനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചാൽ തയസ്സറ ലഹു ബിഔനില്ലാഹി അള്ളാന്റെ സഹായത്തോടുകൂടി അവൻ എളുപ്പമാകും അദ്ദുഖൂലു ഫി ത്വരീഖ ത്വരീഖത്തിൽ പ്രവേശിക്കൽ വസഹുല അലൈഹി അവന് എളുപ്പമാവുകയും ചെയ്യും. അബ്വാബുൽ മുജാഹദത്തി അവന്റെ ശരീരത്തെയും മനസ്സിനെയും സ്ഫുടം ചെയ്തെടുക്കാനുള്ള ആ ആത്മീയമായ എല്ലാ വാതിലുകളും അവൻ എളുപ്പമായി കിട്ടുകയും ചെയ്യും. ഒമൻ അമില ബി ത്വരീഖത്തി അലാ വജ്ഹിഹ വ്യവസ്ഥാപിതമായിട്ട് ത്വരീഖത്ത് പ്രവർത്തനം നടത്തുമ്പോൾ ലഹറു നൂറുൽ ഹഖീഖ ഹഖീഖത്തിന്റെ പ്രഭ അവന് വ്യക്തമാവുകയും ചെയ്യും. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം അത് ആത്മീയമായി നന്നാവുന്നതിന്റെ ഒന്നാമത്തെ പടി ത്വരീഖത്താണ്. ത്വരീഖത്തില്ലാതെ ഒരിക്കലും തന്നെ എങ്ങോട്ടെത്താൻ കഴിയില്ല. ശരീഅത്താണ് ഒന്നാമത്തെ പടി. ആ ശരീഅത്തില്ലാതെ ത്വരീഖത്തിലേക്ക് എത്താൻ കഴിയില്ല. ത്വരീഖത്തും പൂർണ്ണമാകുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു സംഗതിയാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്മാര് ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവ്വലു വാജിബിൻ അല ത്വാലിബി ഹുവ ശരീഅ ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ആലോചിക്കേണ്ടതാണ്. ഓരോ മനുഷ്യനും ഇന്ന് ലോകത്ത് ത്വരീഖത്തിന്റെ ശൈഖിനെ തെരഞ്ഞു നടക്കലല്ല സാധാരണക്കാരന്റെ കടമ. സാധാരണക്കാരന്റെ കടമ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ശരീഅത്തിന്റെ വിധിവിലക്കുകൾ പൂർണ്ണമായി പാലിക്കുക എന്നതാണ്. അതിൽ വിജയിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ത്വരീഖത്തിലേക്കുള്ള എൻട്രി സാധ്യമാകുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനുവേണ്ടി ഇങ്ങനെ എന്ത് ചെയ്യേണ്ടയില്ല. നമ്മൾ നോട്ടീസ് അടിച്ച് കുത്തുബുസ്സമാൻ മഞ്ചേരിയിൽ കുത്തുബുസ്സമാൻ കോഴിക്കോട് എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ച് മാർക്കറ്റിംഗ് നടത്തേണ്ട കാര്യമല്ല. മറിച്ച് എല്ലാ മനുഷ്യന്മാരും ചെയ്യേണ്ടത് ആദ്യം അവന്റെ ശറഇന്റെ വിധികൾ പാലിക്കാം. അപ്പൊ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയിട്ടുള്ള എല്ലാ സംഗതികളും, അതുപോലെ തന്നെ പരദൂഷണം, ഏഷണി തുടങ്ങിയിട്ടുള്ള മനസ്സിന്റെ ദോഷങ്ങളും, അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സംഗതികളും, തന്റെ പ്രവർത്തനങ്ങളിൽ കുറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ശരീഅത്തിന്റെ വിഷയങ്ങളും അതൊക്കെ കൃത്യമായി പാലിച്ചു മുന്നോട്ട് പോകണം. അതല്ലേ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, മൻറാമദുറൻ ലിസ്സഫീനതി യർകബു വയഗൂസു ബഹറൻ സുമ്മ ദുറൻ ഹസ്സലാ وقد الطريقة والحقيقة يا أخي من غير فعل شريعة لن تحصلا. ഒരാൾക്ക് മുത്ത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ കപ്പലിൽ കയറിയിട്ട് സമുദ്രത്തിൽ പോകണം. സമുദ്രത്തിൽ മുങ്ങിയിട്ട് വേണം മുത്ത് സമ്പാദിക്കാൻ. അതുപോലെ ത്വരീഖത്തും ഹഖീഖത്തും ഒന്നും ശരീഅത്തില്ലാതെ കിട്ടണതല്ല. അതുകൊണ്ട് ശരീഅത്ത് എന്നത് അത് കുറച്ച് കഥല്ലാത്ത ആൾക്കാരുടെ പരിപാടിയാണെന്നും ഞങ്ങൾ ഡയറക്ട്ലി ഹഖീഖത്തിലേക്കും അതേപോലെ ത്വരീഖത്തിലേക്കൊക്കെ പോയ ആൾക്കാരാണ്, ഞങ്ങൾ കശ്ഫും കറാമത്തൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ് എന്ന വാദം ഉന്നയിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, തസൗഫിന്റെ മഹാന്മാർ അവർ വ്യക്തമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വാദിക്കുന്ന മനുഷ്യൻ ഏറ്റവും അപകടകാരിയാണ്. കാരണം പിശാച് അവനെ എന്ത് ചെയ്യുന്നു? അവനെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വിനോട് ചോദിക്കപ്പെട്ടു, ഈ ശരീഅത്തില്ലാതെ എങ്ങനെയാ ത്വരീഖത്തും മറ്റൊക്കെ സാധ്യമാണോ? മഹാനവറുകൾ പറഞ്ഞത് അല്ലദീ യസ്രിഖു വയസ്നി അഹ്സനു ഹാലൻ മിമ്മൻ യസൂമു ഹാദാ. ശരീഅത്തില്ലാതെ ത്വരീഖത്തിലേക്കൊക്കെ എത്താമെന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ, ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ കാണുന്നത് അങ്ങനത്തെ ആൾക്കാരെയാണ്. ശരീഅത്ത് ഓൽക്ക് പ്രശ്നം തന്നെയല്ല. അങ്ങനെ വാദിക്കുന്ന മനുഷ്യന്മാരെക്കാൾ
കളവ് നടത്തുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്നവരാണ് ഈ നിലക്ക് വാദിക്കുന്നവരെക്കാളും നല്ലത്. എന്താ അതിന്റെ അർത്ഥം? ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ വിശദീകരണം അല്ലാമ ഖുശൈരി രേഖപ്പെടുത്തണം. ഒമാ ഖാലഹു ഹഖ്ഖുൻ, ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം ലഅന്ന മൻ യസ്രിഖു വയസ്നി, കളവും അതേപോലെ വ്യഭിചാരവും ശരിയാന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. മറിച്ച് കളവ് നടത്തുകയും വ്യഭിചരിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ യഅ്തഖിദു നഖ്സ നഫ്സിഹി, അവന്റെ ശരീരത്തിന്റെ പോരായ്മ അവൻ വിശ്വസിക്കുന്നുണ്ട്. വഇസ്യാനഹു ലിറബ്ബിഹി, ഇത് ഞാൻ എന്റെ നാഥനോട് ചെയ്യുന്ന ധിക്കാരമാണെന്ന് അവന്റെ മനസ്സിലുണ്ട്. അഥവാ വതുർജാ ലഹു തൗബ, അവൻ പശ്ചാത്താപം പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യാം. അഥവാ ഇങ്ങനെ തെറ്റ് ചെയ്തവൻ ഞാൻ തെറ്റിലാണുള്ളത് എന്ന് അവന്റെ ഉള്ളിന്റെ ഉള്ളു മന്ത്രിക്കുന്നുണ്ടാകും. അവൻ എപ്പോഴെങ്കിലും നന്മയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് ഖിലാഫി മനിയത്തഖദ അന്ന മിൻ ജുംലത്തിമ യുഖർരിബുഹു ഇലാ റബ്ബിഹി തർക്കു ഹാദിഹിൽ ഇബാദാത്തി, ഇബാദത്തൊന്നും പ്രശ്നമല്ല, ഞാൻ വേറെന്തൊക്കെയോ റൂട്ടിലൂടെ നേരെ പടച്ചവനടുത്തേക്ക് എത്തുമെന്ന് വിചാരിക്കണവൻ ഞാൻ ശരിക്കുള്ള റൂട്ടിലാണ് അവന്റെ ധാരണ. വാസ്തവത്തിൽ അവൻ അബദ്ധത്തിന്റെ ആഴിയിലാണുള്ളത്. അപ്പൊ അവന് നന്നാവാനുള്ള ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് ഇവനെക്കാളും മോശമാണ്, വ്യഭിചരിക്കുന്നവനെക്കാളും മോശമാണ്, കളവ് നടത്തുന്നവനെക്കാളും മോശമാണ് ഈ ത്വരീഖത്തുവാദിയുടെ അവസ്ഥ എന്നത് സയ്യിദു തായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഗൌരവത്തോടുകൂടെ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. ഓരോ മനുഷ്യനും ആദ്യം ചെയ്യേണ്ടത് അവന്റെ ഇബാദത്തുകൾ സഹിയാക്കാനുള്ള ശരീഅത്തിന്റെ വിജ്ഞാനം, അതേപോലെ അവന്റെ വിശ്വാസം ശരിയാക്കാനുള്ള അഖീദയുടെ വിവരങ്ങൾ, അതേപോലെ തന്നെ അവന്റെ മനസ്സ് സംസ്കരിക്കാനുള്ള തസവുഫിന്റെ വിജ്ഞാനങ്ങൾ, അത്തരം വിവരങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം, അതിനുവേണ്ടിയുള്ള അധ്വാനം, അതാണ് അവൻ ആദ്യമായിട്ട് നടത്തേണ്ടത്. അതൊന്നും നടത്താതെ, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ, പ്രാഥമികമായ മര്യാദകൾ പോലും പാലിക്കാതെ നേരെ അങ്ങ് ത്വരീഖത്തിലേക്കും അതിലൂടെ കശ്ഫും കറാമത്തും ഒക്കെ ഉൾക്കൊള്ളുന്ന ഹഖീഖത്തിന്റെ പദവികളിലേക്കും ഞങ്ങളൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ശൈലി അതൊരിക്കലും തന്നെ മുസ്ലിമിന് പറ്റിയതല്ല. ശരിക്കുള്ള കുതുബുസമാനായിരുന്ന മമ്പുറന്തങ്ങള് നേരത്തെ തന്നെ മുസ്ലിമീങ്ങളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അദ്കിയ എന്ന് പറഞ്ഞ കിതാബ് നിങ്ങൾ ഓതണം. ആ അദ്കിയ എന്ന് പറഞ്ഞ കിതാബിലാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞത് പിന്നെ മറാമദുറൻ ലിസഫീനത്തിയർക്കബു, മുത്ത് കിട്ടണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ കപ്പലിൽ കയറണം, എന്നിട്ട് കടലിൽ മുങ്ങണം. കപ്പലും കടലും എന്നൊക്കെ പറഞ്ഞത് ശരീഅത്തും ത്വരീഖത്തിനെയും ഉപമിച്ചു പറഞ്ഞതാണ്. ഹഖീഖത്ത് എന്നതാണ് മുത്തിനോട് ഉപമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഈ വിഷയം തൽക്കാലം അവസാനിപ്പിക്കാണ്. ഒരു വാക്ക് നിങ്ങൾ ഗൌരവത്തോടുകൂടെ ചിന്തിക്കാൻ വേണ്ടി ഉണർത്തുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ 5 കാശിന്റെ വിവരമില്ലാത്ത ആൾക്കാര്, നിസ്കാരത്തിന്റെ ഫർളും ഷർത്തും വരെ അറിയാത്ത ആൾക്കാര്, ഈ ഏതൊക്കെയോ ഷെയ്ഖാണെന്ന് പറഞ്ഞ് നടക്കുന്ന, ഷെയ്ഖ് ചവഞ്ഞ് നടക്കുന്ന ആളുകളുടെ പിന്നാലെ കൂടിയിട്ട് അവരുടെ ദുനിയാവും ആഖിറവും നശിപ്പിക്കുന്ന അപകടം കാണുമ്പോൾ സങ്കടം കൊണ്ട് പറഞ്ഞുപോയതാണ്. അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇതൊക്കെ മഹാന്മാരായ ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള സംഗതിയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ ഒരാൾക്ക് ഉന്നതിയിലെത്താൻ സാധിക്കൂ. ഒന്നാമത്തെ സ്റ്റെപ്പ് തറയാണ്. ആ തറയില്ലാതെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ ത്വരീഖത്ത് ബിൽഡിംഗ് ശരീഅത്ത് തറന്നലെ ഉണ്ടാക്കാൻ പറ്റൂ. തറല്ലാതെ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ അത് ഇടിഞ്ഞു പൊഴിഞ്ഞ് 8 നിലയിൽ പൊട്ടും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.